Hi dears, how was your exam? Compared with plus 2 exam, I think today's plus 1 exam was very easy because most of the questions were uploaded in my channel. ഇതിലെ മിക്കവാറും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എസ്പെഷ്യലി ദ ഗ്രാമർ അല്ലേ, ഗ്രാമർ ഇതിൽ ചോദിച്ച റിപ്പോർട്ട് സ്പീച്ച്, പിന്നെ എന്താ നമ്മുടെ ഇഫ് ക്ലോസ്, എഡിറ്റിംഗ്, അതൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ പ്ലസ് 1 എക്സാം, ക്രിസ്മസ് എക്സാം വളരെ ഈസി ആയിരുന്നു അല്ലേ. ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് വളരെ ഫാസ്റ്റായിട്ട് നോക്കാം. ഓക്കെ, മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്ലസ് 1-ലെ ക്വസ്റ്റ്യൻസ് 1 to 15 അത് കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മുമ്പൊക്കെ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്, പക്ഷേ അതിലെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ്, അതായത് ആ 2 മാർക്സിന് എത്ര ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത് അത് നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് 1 to 15 ഒരു ചോയ്സും ഇല്ല, കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രാമർ അതിലാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പബ്ലിക് എക്സാമിന് ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ ഗ്രാമർ ശരിക്കും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഗ്രാമർ പോർഷൻ നല്ലവണ്ണം പഠിക്കുക. അതിന് നിങ്ങൾ ഇതിലെ പ്ലേലിസ്റ്റ് നോക്കുക. പ്ലസ് 1-ന് സാധാരണ ചോദിക്കുന്ന ഗ്രാമർ ഏതൊക്കെയാണ്, പ്ലസ് 1 ഇംഗ്ലീഷ് ഗ്രാമർ ാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, കറക്റ്റ് ആൻസേഴ്സ് ഞാൻ ഓടിച്ച് പറയാം. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻസ് 1 to 3, റീഡ് ദ എക്സെപ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നമ്മുടെ ഫസ്റ്റ് ലെസൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ആ ലെസണിലെ he was floating on it, and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish. He had made his first. Who is he referred to here? Answer, young seagull. Number 2, which word in the excerpt is more suitable for the word garbage? Garbage. അപ്പോൾ ഈ തന്നേക്കുന്ന ഈ കുഞ്ഞു പാസേജിൽ ഏറ്റവും സ്യൂട്ടബിളായിട്ട്, ഗാർബേജ് എന്ന മീനിങ്ങിന് സ്യൂട്ടബിളായിട്ട് വരുന്ന വേർഡ് ഏതാ? ദാറ്റ് ഈസ് സ്ക്രാപ്സ്. ഓക്കെ, ആ വേർഡ് മാത്രം എഴുതിയാൽ മതി. 1 മാർക്കിന് 1 വേർഡ് ഓർ 1 സെൻറ്റൻസ്, ദാറ്റ്സ് ഇനഫ്. നമ്പർ 3, ഹൗ ഡിഡ് ദ യങ് സീഗൾ അച്ചീവ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്? 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 മാർക്സ് ആകുമ്പോൾ 2 or 3 സെൻറ്റൻസ് നിങ്ങൾ എഴുതുക. അപ്പോൾ അതിന് നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒത്തിരി എഴുതാൻ കാണും, പക്ഷേ എഴുതരുത് കേട്ടോ. ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ഇറ്റ്സ് ലെഗ്സ്, ദെൻ his parents and siblings flew away from that ledge too. The parents scolded him, threatened him, but he could not move his legs. Then at last what happened? Seeing the scraps of food on the beak of the mother bird, or maddened by the food, the young seagull flew towards the sea. Then it flapped his wings. Then okay, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒരു 2 മാർക്സിന് ഒരു 2 or 3 സെൻറ്റൻസ് സ്യൂട്ടബിളി. നമ്പർ 4, A, ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 1 സെൻറ്റൻസ് അവിടെ എഴുതിയാൽ മതി അല്ലേ. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ സക്സീഡ്, you can achieve your dream, you will score high marks, you will get full A+. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾ എഴുതിയാൽ മതി. ദെൻ B, if I had written the exam, തേർഡ് ടൈപ്പ് അല്ലേ. അപ്പോൾ ഇഫ് ക്ലാസ് വരുമ്പോൾ നമ്മൾ ശരിക്കും നോക്കേണ്ടത് ഏത് ടൈപ്പാണ്, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ഇതിലേതാ? അപ്പോൾ ഫസ്റ്റ് ഇഫ് യു വർക്ക് ഹാർഡ്, ടൈപ്പ് 1. ദെൻ B, if I had written the exam, that is the third type അല്ലേ. had plus V3. had plus V3 വരുമ്പോൾ would have plus V3, could have plus V3, should have plus V3, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ if I had written the exam, I could have got full marks, I could have gone for the interview, I would have passed the exam. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയ കറക്റ്റ് ആൻസേഴ്സ് ടൈപ്പ് ചെയ്തേക്കും. അപ്പോൾ അത് കറക്റ്റ് ആണെന്ന് എനിക്ക് നോക്കാൻ സാധിക്കും. Then questions 5 to 6, filling the blanks with suitable words. Number 5, while the revision process dash going on,
he made a trip to Switzerland. Within bracket was, where, is, are. അപ്പോൾ ഇത് നമ്മൾ കൺകോഡ് എന്ന് പറയും അല്ലെ, സബ്ജക്റ്റ് അനുസരിച്ച് ഏത് വേർബാണ് വരുന്നത്. അപ്പോൾ ഇവിടെ while the revision process was going on, answer was. Number 6, after my address, hundreds of hands dash raised for asking questions. Within bracket are, is, was, where. Look at the question again. After my address, hundreds of hands were raised. Okay, so the correct answer is where. Then question 7 to 10, read the excerpt and answer the questions that follow. Excerpt means the passage. അല്ലെ, ഒരു ഏതെങ്കിലും ഒരു വലിയതിൽ നിന്ന് നമ്മളെടുത്ത ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ എക്സെപ്റ്റ് എന്ന് പറയുന്നത്. ഈ പാസേജ് വായിച്ചതിന് ശേഷം ഇതിൽ നിന്നും ആൻസർ ചെയ്യുക. ഏതാ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലെസൺ. ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ ഇസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ്. Hawking startled his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. Number 7, what was the title of the lecture? അത് വളരെ സിമ്പിൾ ആയിരുന്നു. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് വാസ് ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ? ക്വസ്റ്റ്യൻ ആ പാസേജിൽ തന്നെയുണ്ട്. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ്. 1 മാർക്ക്. Number 8, how did Stephen Hawking startle his listeners? Answer, Hawking startled his listeners by announcing that he thought it was. ആ പാസേജിലെ സെയിം സെൻറ്റൻസ് എഴുതിയാൽ മതി. കറക്റ്റ്. Number 9, to find what Stephen Hawking invited his listeners through time and space. He invited them to join him in a sensational escape through time and space to find the holy grail of science. Number 10, what is the holy grail of science? The holy grail of science is the theory that explains the universe and everything that happens in it. ഓക്കെ, അപ്പോൾ അത് മിക്കവാറും എല്ലാവർക്കും കറക്റ്റ് ആയിരിക്കും, കാരണം ഫുൾ ആൻസേഴ്സ് അവിടെയുണ്ട്. ക്വസ്റ്റ്യൻസ് 7 to 10. Then questions 11 to 14, read the following lines and answer the questions that follow. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings. അപ്പോൾ ഡെത്ത് ദ ലെവലർ, ആ പോയിം പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഫ്രം വിച്ച് പോയം are these lines taken? From which poem these lines are taken? Death the leveler. ഒരാൾ ഒരു മെസ്സേജ് വെച്ചാൽ ടീച്ചർ ഹായ് പറയോ? ഓക്കെ, ഹായ് മൈ ഫ്രണ്ട്സ്. ഓക്കെ, number 11, from which poem are these lines taken? Answer, Death the leveler. Number 12, find out the figure of speech employed in the last line. Which is the last line? Death lays his icy hand on kings. ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ്, ആ ലൈൻ അണ്ടർലൈൻ ചെയ്ത് എഴുതുക. വിച്ച് ഈസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ദയർ? പേഴ്സോണിഫിക്കേഷൻ. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ്. ഡെത്ത് ഹാസ് നോ ഐസ്. ഡെത്തിന് കൈയില്ല, പക്ഷേ ഡെത്ത് അതിൻ്റെ കൈ ഇങ്ങനെ അല്ലേ ലേസ് ഹിസ് ഐസി ഹാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡെത്ത് ഒരു പേഴ്സണായിട്ട് പറയുന്നതുകൊണ്ട് ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. ദെൻ നമ്പർ 12, find out the അത് നമ്മൾ പറഞ്ഞു, ഫൈൻഡ് ഔട്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ. നമ്പർ 13, ഗീവ് എ ബ്രീഫ് നോട്ട് ഓൺ ദ തീം ഓഫ് ദ പോയം. വിച്ച് ഈസ് ദ തീം ഓഫ് ദ പോയം? അത് നമ്മുടെ ഡെത്ത് ദ ലെവലർ ആ പോയമിൻ്റെ റൈറ്റ് സൈഡ് എബൌട്ട് ദ ഓതറിൽ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന ലൈൻസ് ആ സെൻറ്റൻസസ് തന്നെയാണ്. ദ സെൻട്രൽ തീം ഓഫ് ദ പോയം ഈസ് ദ വാനിറ്റി ആൻഡ് impermanence of earthly glory and power. Death knows no distinction and carries of all alike, high and low, rich and poor, strong and weak, reducing them all to dust. Only the memories of good deeds done during our lifetime will remain forever. അത് 2 marks question ആയതുകൊണ്ടാണ് 2 or 3 sentences ഇത്രയും നമ്മൾ എഴുതുക ജസ്റ്റ്. Number 14, which are not essential things or which are not substantial things?
the glories of our blood and state are not substantial things. ഈസി അല്ലേ? അതും ഈസിയാണ്. 5 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യനും ഉണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ 15, prepare 3 instructions on mobile phone usage. Example, don't reveal your password to anyone. ഇൻസ്ട്രക്ഷൻസ് ഓൺ മൊബൈൽ ഫോൺ യൂസേജ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ട ചില ഇൻസ്ട്രക്ഷൻസ്. എ, ഡോണ്ട് ഡാഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഡോണ്ട് വേസ്റ്റ് യുവർ പ്രഷ്യസ് ടൈം ഇൻ സോഷ്യൽ മീഡിയാസ്. ഡോണ്ട് മിസ്യൂസ് ദ ഇൻ്റർനെറ്റ്. ഡോണ്ട് വിസിറ്റ് ദ അൺവാണ്ടഡ് സൈറ്റ്സ്. അല്ലേ? അപ്പോൾ ഡോണ്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സെൻറ്റൻസ് എഴുതാം. ദെൻ ബി, യു ഷുഡ് യൂസ് യുവർ മൊബൈൽ ഫോൺ in purposeful ways. You should be careful on online shopping. അല്ലേ? Then C, you should not be diverted from studies. You should not be addicted to mobile phones. അല്ലേ? അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള 3 sentences, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ ഈസിയാണ്. എനിക്ക് +1 ഈസി ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തോന്നുന്നത്. അപ്പോൾ ഈ 1 to 15 ചോയ്സ് ഇല്ല അല്ലേ? നമുക്ക് ചോയ്സ് ഇല്ല. പക്ഷേ ഐ തിങ്ക് ദാറ്റ്സ് ഈസി ഫോർ യു. അല്ലെങ്കിൽ അടുത്ത എക്സാമിന് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. ഈസി ആയിരിക്കും. ഓക്കെ, ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. പഠിച്ചില്ല എങ്കിലാണ് ഡിഫിക്കൽട്ട് ആകുന്നത്. അപ്പോൾ ഇനി ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അത് ക്രിസ്മസ് ഹോളിഡേയ്സിനൊന്ന് പഠിച്ചെടുക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ അടുത്ത പബ്ലിക് എക്സാമിന് the questions or the answers, the exam will be very very easy. അപ്പോൾ 1 to 15 ചോയ്സ് ഇല്ല, അടുത്ത ചോയ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് 16 to 21, ആൻസർ any 5 questions. ഈച്ച് carries 4 scores. 4 മാർക്സിൻ്റെ 5 questions ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ +1 ഇപ്രാവശ്യം 7 questions തന്നതിന് ശേഷമാണ് 5 questions അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ +2 ഇച്ചിരി കടുപ്പിച്ചിട്ടുണ്ട്. +2വിനാണെങ്കിൽ ഒരു ചോയ്സ് ഒരു ക്വസ്റ്റ്യനാണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ മിക്കവാറും നല്ലവണ്ണം പഠിച്ചാലേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും ഇനി പബ്ലിക് എക്സാമിന് ചിലപ്പോൾ അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വരികയാണെങ്കിൽ ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചാലേ മാർക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇപ്രാവശ്യം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യണ്ടല്ലോ, ഒന്ന് നന്നായിട്ട് പഠിച്ചേക്കുക കേട്ടോ. ദെൻ നമ്പർ 16, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. എഡിറ്റിംഗ്. Your friends, let me discuss to you how you can be unique. റൈറ്റ് സൈഡ് നോക്കിയേ, 4 മാർക്സിനാണ്. അപ്പോൾ ഒന്നുകിൽ എഡിറ്റിംഗ് 4 മാർക്സ് ആകുമ്പോൾ ഒന്നുകിൽ 4 കറക്ഷൻസ് കാണും, അല്ലെങ്കിൽ 8 കറക്ഷൻസ് കാണും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നോക്കുക. നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ 4ൽ കൂടുതൽ കറക്ഷൻസ് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇതിൽ 8 കറക്ഷൻസ് വരാനാണ് ചാൻസ്. അപ്പോൾ നോക്കി എത്ര ഉണ്ടെന്ന്. Young friends, let me discuss with you, to you അല്ല, with you, how you can be unique. I have so far met 15 million youth million youth in a decade's time. A decade apostrophe s, decade's time. I learned, LEARNT ആണ് കറക്റ്റ്. ഐ ലേൺഡ് എവ്രി യൂത്ത്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. യൂത്ത്സ് അല്ല, യൂത്ത്. എവ്രി യൂത്ത് വാണ്ട് എന്നാണ് അവിടെ ഉള്ളത്. കറക്റ്റ് ആൻസർ വാണ്ട്സ്. എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്. അപ്പോൾ ഒരു 6 ആൻസേഴ്സ് വരെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനി 4 ഏതെങ്കിലും 4 എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കി ഒരു പ്രാവശ്യം കൂടെ അതിലെ കറക്ഷൻ. ഡിസ്കസ് വിത്ത് യു, ദെൻ യൂത്ത് ഇൻ എ ഡെക്കേഡ്സ് ടൈം. ഐ ലേൺഡ് ടി. യൂത്ത്സ് വാണ്ട് അല്ല, യൂത്ത് വാണ്ട്സ്. ഓക്കെ. ദെൻ നമ്പർ 17, Stephen Hawking's wife was a major helping hand to Stephen Hawking. She is arriving at your school to inaugurate a science fair. As the editor of your school magazine, ask her 4 interview questions. അപ്പോൾ ഇന്ന് എക്സാം ഹാളിൽ നിന്നപ്പോൾ തന്നെ ചില കുട്ടികൾ ചോദിച്ചാണ്, ടീച്ചർ അത് ഇൻ്റർവ്യൂവിൻ്റെ ഫോമാറ്റിൽ എഴുതണോ, ആൻസർ എഴുതണോ? വേണ്ട,
അപ്പോൾ അതിലെന്താ എഴുതേണ്ടത്? ആസ്ക് ദ 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓൺലി 4 ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു റൈറ്റ് ദർ. നമ്പർ 1, 2, 3, 4 അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി. കറക്റ്റ് കേട്ടോ, 4 മാർക്ക് കിട്ടും. നേരത്തെ എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമർ കറക്ഷനാണ്. ചില ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. ആ ഗ്രാമർ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനാണ് എഡിറ്റ് ദ പാസേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ആയല്ലോ. 16, 17 edit the following passage means grammar correction. Then number 17, only 4 questions you have to write here. അപ്പോൾ പബ്ലിക് എക്സാമിനും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നോക്കിയിട്ട് എഴുതാം കേട്ടോ. നമ്പർ 18, പ്രിപ്പയർ എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആലീസ് മാർഗരറ്റ് ക്ലിഫോർഡ്. നമ്മുടെ മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. നമ്പർ 19, ഡ്യൂറിങ് എ സ്കൂൾ ടൂർ ടു പഞ്ചാബ് യു മെറ്റ് മിസ്റ്റർ ഗുപ്ത. You inquired about Frank's burial place. Prepare a conversation that takes place between you and Mr. Gupta. So here you have to write conversation. 4 marks ആണ്. 4 മാർക്സ് ആകുമ്പോൾ ഒത്തിരി എഴുതണ്ട, കുറേ മതി. മാക്സിമം ഒരു പേജിന് ഒരു 4 എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു 6 or 7 അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. ഏതിനെക്കുറിച്ചാണ്? സോ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു. അപ്പോൾ ഐ ഗുപ്ത അങ്ങനെയാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. ഏതിനെക്കുറിച്ചാണ് അവിടെ നമ്മുടെ ഡിസ്കഷൻ? എബൌട്ട് ഫ്രാങ്ക്സ് ബറിയൽ പ്ലേസ്. ഫ്രാങ്കിൻ്റെ ആ ബറിയൽ പ്ലേസിനെ കുറിച്ചാണ്. വിസിറ്റ് ചെയ്തു, കണ്ടു, അവിടെ എന്തുണ്ട്, പിന്നെ ഫ്ലവേഴ്സൊക്കെ വാങ്ങി വെച്ചു, മാഗി തന്ന കാശ് ഉപയോഗിച്ച് ഫ്ലവേഴ്സ് വാങ്ങി വെച്ചു, അതിനെക്കുറിച്ചാണ് ഡിസ്കഷൻ, കോൺവെർസേഷൻ. നമ്പർ 20, the garlands wither on your brow, that boast no more your mighty deeds. Upon death's purple altar now see where the victim bleeds. Elaborate the idea conveyed in the lines. Elaborate the idea 4 മാർക്സിനാണ്. ഡെത്ത് ദ ലെവലർ ബേസ് ചെയ്ത് ഇങ്ങനെ ഒരു എലാബറേറ്റ് ഐഡിയ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്സിന് വളരെ ഈസി ആയിട്ട് എഴുതാം. കാരണം നമുക്കിങ്ങനെ എഴുതാം അല്ലേ. ദ ഗിവൺ ബ്യൂട്ടിഫുൾ ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ poem ഡെത്ത് ദ ലെവലർ റിട്ടൺ ബൈ ജെയിംസ് ഷേർലി. ഇൻ ദിസ് poem the poet says about അല്ലേ ഏതിനെക്കുറിച്ചെന്ന് പറയുക. പിന്നെ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ, വാട്ട് ഡസ് ദ poet മീൻ ബൈ ഡെത്ത് പേർപ്പിൾ ആൾട്ടർ. അപ്പോൾ നമ്മളവിടെ സിമ്പിൾ സെൻറ്റൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ എഴുതണം. ഡെത്ത് പേർപ്പിൾ ആൾട്ടർ എന്താ, പിന്നെ വിക്ടിം അവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്, ഓക്സിമറോൺ, ദെൻ അലിറ്ററേഷൻ, വിക്ടിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടുത്തെ ഐഡിയ എഴുതുക. ദാറ്റ് ഈസ് 4 മാർക്സ്. നമ്പർ 21, പ്രിപ്പയർ എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ യങ് സീഗൾ. യങ് സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ യങ് സീഗളിനെ കുറിച്ച് നമുക്ക് എഴുതാമല്ലോ. അത് ലെഡ്ജിൽ എലോണായിരുന്നു, പിന്നെ അതെങ്ങനെയൊക്കെ ട്രൈ ചെയ്തു അല്ലേ, പക്ഷെ അത് കോൺഫിഡൻസ് ലാക്ക് ചെയ്തു. അപ്പോൾ സീകളിനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആ ലെസൺ ബേസ് ചെയ്ത് എഴുതിയാൽ മതി. ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. Questions 22 to 27 answer any 4 questions. Each question carries 6 scores. കണ്ടോ, 22 to 27 6 മാർക്സ് ആണ്. നമ്പർ 22, prepare a profile of Dr. APJ Abdul Kalam by employing the hints given below. അബ്ദുൽ കലാമിൻ്റെ ഹിൻസ് കുറച്ച് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് പ്രൊഫൈൽ എഴുതാനാണ്. 6 മാർക്സ്, ഒരു പേജ് വരെ എഴുതാം. ദെൻ number 23, the young boy who asked questions to APJ Abdul Kalam was nervous. You would like to motivate him by saying the importance of getting confidence in life. Draft an email incorporating ideas of confidence building measures. Email ആണ്. ആർക്കാ ഇമെയിൽ എഴുതേണ്ടത്? ഇമെയിൽ ടു ദ ബോയ്, ടു ദ നെർവസ് ബോയ്. ഏതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്? ഇമ്പോർട്ടൻസ് ഓഫ് ഗെറ്റിംഗ് കോൺഫിഡൻസ് ഇൻ ലൈഫ്. അപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പഠിക്കുക. ഇമെയിൽ സുനിതാസ് ഫേവറേറ്റ് വേൾഡ്. അപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് വാട്ട് ഈസ് CC, BCC, പിന്നെ അതൊക്കെ ഒന്ന് നോക്കി ആ ഫോമാറ്റ് പഠിക്കുക. പിന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് ചെയ്യാം. അബ്ദുൽ കലാം പറഞ്ഞ ഐ വിൽ ഫ്ലൈ, ആ പോയമിലെ ജലാലുദ്ദീൻ റൂമിയുടെ കുറച്ച് ലൈൻസ് അല്ലേ. യു ആർ ബോൺ വിത്ത് വിങ്സ്, you are born with confidence, so you are not meant for crawling, you will fly
ഫ്ലൈ അല്ലേ, ഫ്ലൈ, അങ്ങനെ ആ ഒരു ലൈൻസിലെ ആ ഒരു പോയമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം. Then 24, the young seagull's mother was sad about her child's failure in flying. Later, she motivated him to fly. Do you think that parents are the real force behind our achievements? Prepare a brief note on parenting. ഒരു റൈറ്റപ്പ് എഴുതാനാണ് അല്ലേ, എ ബ്രീഫ് നോട്ട് ഓൺ പാരൻറ്റിങ്, പാരൻറ്റിനെ കുറിച്ചൊരു നോട്ട് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാനാണ് 6 മാർക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതാം, ആർ യു സപ്പോർട്ടിങ് ഓവർ പാരൻറ്റിങ്, ഹൗ ഷുഡ് ബി ദ പാരൻറ്റിങ്, ദെൻ ഹൗ ഷുഡ് ബി ദ റിയൽ പാരൻറ്റിങ്, യുവർ ഐഡിയാസ്. പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഐഡിയാസാണ് അവിടെ എഴുതേണ്ടത്, നിങ്ങളുടെ ഐഡിയാസ് എഴുതുക. ഓക്കെ, കറക്റ്റാണ്. Number 25, Stephen Hawking was a supernova of world physics. He came to that level by overcoming his crippling disease. Write a paragraph on Stephen Hawking's disease and his never-ending struggle against it. So write about Hawking's disease, which is his rare disease, amyotrophic lateral sclerosis. അപ്പോൾ ആ ഒരു ഡിസീസിനെ കുറിച്ച് എഴുതുക. ദെൻ ഹൗ ഡിഡ് ഹി ഓവർകെയിം അല്ലെ, ഹൗ ഡിഡ് ഹി ഓവർകം. അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് ശരിക്കും വായിച്ചാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ലാംഗ്വേജ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ടെക്സ്റ്റ് വായിക്കാതിരിക്കരുത്, ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ ആൻസറൊക്കെ കറക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. അല്ലെ, അപ്പോൾ അയാൾക്കൊരു ഇങ്ങനൊരു ഡിസീസ് ഉണ്ടായിരുന്നു, പിന്നെ എന്ത് ചെയ്തു, അല്ലെ, ട്രക്യോട്ടമി സർജറിയുടെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ ഒരു ഡിവൈസ് വെച്ചല്ലോ, ഓക്കെ. അപ്പോൾ കറണ്ട് പോയി, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി നമ്മൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റും. ബാക്കി 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ദെൻ 8 മാർക്സിനൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. ഒരെണ്ണം അപ്രീസിയേഷനാണ്, പിന്നെ ഒരെണ്ണം വന്നത് ഒരു സ്പീച്ചാണ് അല്ലേ, ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പോൾ കറണ്ട് പോയി കേട്ടോ, ഇടയ്ക്കൊന്ന് കറണ്ട് പോയതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് ഓടിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ നമ്പർ 25, ഇടയ്ക്കൊന്ന് കറണ്ട് പോയതാണ് കേട്ടോ. കറണ്ട് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാനൊന്ന് കേരളം ഇരുട്ടിലായി എന്ന് പറഞ്ഞതുപോലെ ഞാനും ഒന്ന് ഇരുട്ടിലായിപ്പോയി. എനിവേ, നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഡിസീസിനെ കുറിച്ചാണ്. നമ്പർ 26, ഇമാജിൻ യു ആർ ദ ലീഡർ ഓഫ് ദ NSS യൂണിറ്റ് ഇൻ യുവർ സ്കൂൾ. ആസ് പാർട്ട് ഓഫ് the Gandhi Jayanti celebration, the NSS unit has decided to clean the Panchayat office compound. Draft a letter to the Panchayat secretary seeking his permission to clean the compound. Okay, ഇത് ഒഫീഷ്യൽ ലെറ്റർ ആണ്. A letter to the Panchayat secretary seeking his permission to clean the compound. Official letter from നിങ്ങളുടെ അഡ്രസ്, then to sir, subject, പിന്നെ മാറ്റർ എഴുതുക അല്ലേ, സീക്കിംഗ് ദ പെർമിഷൻ ടു ക്ലീൻ ദ കോമ്പൗണ്ട്. അപ്പോൾ ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ ലെറ്റർ എഴുതുക. ദെൻ നമ്പർ 27, മാഗി ഈസ് വർക്കിംഗ് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ് ആൻഡ് ഏണിംഗ് ആൻ ഇൻസഫിഷ്യൻറ്റ് സാലറി. Seeing her pathetic condition, you would like to write a letter to the head of the Civil Service Stores Department requesting him to increase her salary. Draft the letter. അപ്പോൾ ഇവിടെയും ഒരു ലെറ്ററാണ്, ഒഫീഷ്യൽ ലെറ്ററാണ്, 6 മാർക്സിനാണ്. Then questions 28 to 30, answer any 2 questions. Each carries 8 scores. കണ്ടോ, 8 മാർക്സിന് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. Number 28, your school's high school section is organizing a particular motivation class for those students who will attend the arriving SSLC public examination. You are getting a chance to speak on that occasion. Draft the speech to deliver on that occasion. Speech ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് ലെസൺ ഐ വിൽ ഫ്ലൈ, ആ ലെസൺ റിലേറ്റ് ചെയ്തൊരു സ്പീച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ദ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. അപ്പോൾ അതും
പിന്നെ കുറച്ചും കൂടെയൊക്കെ നിങ്ങൾക്ക് അബ്ദുൽ കലാം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ മോട്ടിവേഷനായിട്ടുള്ള ബി യുണീക്ക് ആ കാര്യങ്ങളെക്കുറിച്ചും പിന്നെ യു ആർ നോട്ട് മെൻ ടു ബി ക്രോൾ യു ഹാവ് ടു ഫ്ലൈ യു ഷുഡ് ഫ്ലൈ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു സ്പീച്ച് ചെയ്ത് ഇത് സെയിം ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Number 29, October 2, Gandhi Jayanti Day is celebrated as the International Day of Non-Violence. Globally, the rate of violence is increasing rapidly. Gandhi's Ahimsa philosophy can reduce the rate of violence. Prepare an essay on Gandhi's Ahimsa, that is non-violence philosophy. An essay. അപ്പോൾ ഇതിൽ സെയിം ആൻസർ ഗാന്ധിയൻ വാല്യൂസിനെ കുറിച്ചൊരു സ്പീച്ച് ഓർ ആർട്ടിക്കിൾ ഓർ എസ്സേ ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലൊരു കോമൺ ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്തു തന്നു അല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് ഇവിടെ എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് നോൺ വയലൻസ്. അപ്പോൾ ഈ ഹിൻസ് എപ്പോൾ തന്നാലും ഹിൻസ് എലോബറേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം സെയിം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിലെ കുറേ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ എസ്സേ ആയി. Then last question number 30, read the poem given below and write a critical appreciation of it. Death എന്ന ടൈറ്റിൽ ബ്രാൻഡി യങ് എഴുതിയ ഒരു പോയം, ഒരു സിമ്പിൾ പോയമാണ് തന്നത്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് അപ്രീസിയേഷൻ എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടീച്ചർ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയരുത്, ഒരു അൺനോൺ പോയം തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അൺനോൺ പോയമാണ് ഫസ്റ്റ് ഇയർ അപ്രീസിയേഷന് വരുന്നത്. അപ്പോൾ ഒരു അൺനോൺ പോയം എങ്ങനെ ഡെത്ത് ദ ലെവലർ ആ ഒരു പോയമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അതിലെ കുറച്ച് കാര്യങ്ങളും എഴുതാം കേട്ടോ. ജെയിംസ് ഷേർലി ഡെത്ത് ദ ലെവലർ പോയമിൽ ഇങ്ങനെയൊക്കെ പറയുന്നു, അങ്ങനെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എനിവേ ഐ തിങ്ക് ഇറ്റ് വാസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോൾ ഈസി ആയാൽ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാം ഇച്ചിരി കടുപ്പിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രാമറും മറ്റു ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങളൊന്ന് നമ്മുടെ പബ്ലിക് എക്സാമും വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് ഞാനൊരു